നിങ്ങൾ സ്ഥിരമായി UPI ഉപയോഗിക്കുന്ന ഒരാളാണോ? UPI മാത്രമല്ല പല ഗവൺമെന്റ് സ്കീമുകളിലും ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. എന്താണ് ആ മാറ്റങ്ങൾ എന്നറിയണ്ടേ? വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന അപ്ഡേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് UPI ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. നമ്മളെല്ലാവരും UPI ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പണമിടപാടുകളും ഇപ്പോൾ UPI വഴി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ Paytm പോലെയുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ എല്ലാ ചിലവുകളും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻഡിച്ചറുകളും നമ്മൾ നടത്തുന്നത്. അപ്പോൾ UPI വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബാലൻസ് എൻക്വയറി ചെയ്യുന്നത്, നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് ഡെയിലി ലിമിറ്റ് വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം തൊട്ട്. മുമ്പ് നമ്മൾ UPI ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നോക്കാവുന്നതായിരുന്നു. എപ്പോഴും വേണമെങ്കിലും നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസം തൊട്ട് 50 തവണ, ഒരു ദിവസം 50 തവണ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ, UPI ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളിൽ നിന്നും അക്കൗണ്ട് പോളിംഗ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ UPI സിസ്റ്റത്തിന്റെ ലോഡ് കുറയ്ക്കാനും ഇത് ഉപകരിക്കുന്നു. അക്കൗണ്ട് ലിസ്റ്റിംഗിന്റെ കാര്യത്തിലും റെസ്ട്രിക്ഷൻ വന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. UPI ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് പരിശോധിക്കുന്നത് ഒരു ദിവസം 25 തവണ മാത്രമേ ഇനി സാധ്യമാവുകയുള്ളൂ. ഇത് പെർ യൂസർ പെർ ആപ്പ് ആണ്. അതായത് നിങ്ങൾ ഗൂഗിൾ പേ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 25 തവണ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. മുൻപ് ഇത് അൺലിമിറ്റഡ് ആയിരുന്നു. ഓട്ടോ പേ ട്രാൻസാക്ഷൻ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നമുക്കൊരു നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള OTTകൾ അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ പേ സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ചില EMIകൾ, ഇതെല്ലാം ഇനി പോകുന്നത് ഒരു പ്രത്യേക ടൈം പീരീഡിലായിരിക്കും. മുമ്പ് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് റാൻഡം ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ആയിരുന്നു. പുതിയ മാറ്റം വന്നതിന് ശേഷം ഓട്ടോ പേ എന്ന് പറയുന്ന സിസ്റ്റം ഇനി പീക്ക് അവർ അല്ലാത്ത സമയങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഓട്ടോ പേ ഫെയിൽ ആവുകയാണെങ്കിൽ മാക്സിമം 3 തവണ മാത്രമേ ഇനി റീട്രൈ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. മറ്റൊരു അപ്ഡേറ്റ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള UPI ഐഡികൾ, അതായത് ഉപയോഗിക്കാത്ത UPI ഐഡികൾ 12 മാസത്തിന് ശേഷം ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺ പേയിലോ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡീആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ് ഓഗസ്റ്റ് മാസത്തെ മറ്റൊരു പ്രധാന UPI അപ്ഡേറ്റ്. UPI ട്രാൻസാക്ഷന്റെ സെക്യൂരിറ്റി കൂട്ടുക അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റികൾ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഇനി കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും. നിങ്ങളൊരു പുതിയ അക്കൗണ്ടിന് UPI ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ട് വളരെ തറോ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷന് ശേഷം മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ UPI വന്ന മാറ്റങ്ങൾ നമുക്കൊരു ടേബിൾ നിരത്തി പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി തരുന്ന രീതിയിൽ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിളിലേക്ക് പോകാം. പുതിയ റൂൾ പ്രകാരം ഓഗസ്റ്റ് 1 മുതൽ ഒരു ദിവസം 50 തവണ മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് സിസ്റ്റം ലോഡ് കുറവാകുന്നു, ട്രാൻസാക്ഷൻ കൂടുതൽ വേഗത്തിലാകുന്നു. അതുപോലെ തന്നെ മാനുവൽ ചെക്ക് വളരെ കുറച്ച് ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ കാര്യം, ഓട്ടോ പേ ട്രാൻസാക്ഷൻ ലിമിറ്റ് ആണ്. മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഓട്ടോ പേ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം പീക്ക് അവേഴ്സിൽ മാത്രമേ, അതായത് രാവിലെ 10 മണിക്ക് മുമ്പേ അല്ലെങ്കിൽ രാത്രി 9:30ക്ക് ശേഷം ഒരു തവണ ഫെയിൽ ആവുകയാണെങ്കിൽ 3 റീട്രൈ വരെ കൊടുക്കുന്നതാണ്. ഇതുമൂലം ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് റെഗുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവിടെ സാധ്യമാകുന്നു. പക്ഷേ ഓട്ടോ പേ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടുതൽ റിലയബിൾ ആയിരിക്കും. ലിങ്ക്ഡ് അക്കൗണ്ട് വ്യൂ ലിമിറ്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. മുമ്പ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അക്കൗണ്ട് നോക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ ഒരു ദിവസം 25 തവണ മാത്രമേ നമുക്ക് ലിങ്ക്ഡ് അക്കൗണ്ട് നോക്കാൻ പറ്റുകയുള്ളൂ. ഇതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് സിസ്റ്റം കൺജഷൻ കുറയുന്നു. അതുപോലെ തന്നെ ആപ്പുകളുടെ പെർഫോമൻസും കൂടുന്നു. ഫെയിൽ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ചെക്സ്, അതായത് ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടാൽ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മുമ്പ് അത് അൺലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 1 മുതൽ ഒരു ദിവസം 3 തവണ മാത്രമേ ഫെയിൽഡ് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല ഓരോ ചെക്കിനും 90 സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് സിസ്റ്റം ഫെയിലിയർ പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെക്കുകൾ ഒഴിവാക്കാനും സാധ്യമാകുന്നു. മറ്റൊരു ഫീച്ചർ, റെസിപ്പിയന്റ് നെയിം വെരിഫിക്കേഷൻ, അതായത് നമ്മൾ ആർക്കാണോ കാശ് അയക്കുന്നത് അവരുടെ പേര് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മുൻപ് ഇത് മാൻഡേറ്ററി അല്ലായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം ജൂൺ 30 മുതൽ പേയ്മെന്റിന് മുമ്പ് അത് മാൻഡേറ്ററി ആയി കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ഫ്രോഡ് ആക്ടിവിറ്റി കുറയ്ക്കാൻ ഇത് സഹായകമാകുന്നു. അതുപോലെ തന്നെ പണം കൃത്യമായിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവരിൽ തന്നെ എത്തിച്ചേരാനും ഇത് സഹായിക്കുന്നു. UPI ത്രൂ ക്രെഡിറ്റ് ലൈൻസ്, മുൻപ് ഇതിന് റൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 31 മുതൽ ലിങ്ക് പ്രീ സാങ്ഷൻ ക്രെഡിറ്റ് ലൈൻസ് അപ് ടു UPI ഫോർ പേയ്മെന്റ്സ് ഓർ വിത്ഡ്രോവൽ. ഇതുമൂലം ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഉണ്ടാകുന്നു. അതുമാത്രമല്ല പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ലഭിക്കുന്നു. അപ്പോൾ UPI ട്രാൻസാക്ഷൻ കൂടുതൽ എളുപ്പമാക്കുന്നതിനായിട്ടും ഫ്രോഡ് ആക്ടിവിറ്റികൾ തടയുന്നതിനുമായിട്ടുള്ള പുതിയ നിയമങ്ങൾ വന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഓഗസ്റ്റ് മാസം തൊട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. EPFO പുതിയ നിയമപ്രകാരം ആദ്യമായി വീട് വാങ്ങുന്ന ആളുകൾക്ക് 3 വർഷത്തിന് ശേഷം PF അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധ്യമാണ്. പഴയ നിയമപ്രകാരം ഒരു വീട് വാങ്ങുന്നതിനായിട്ട് PF ൽ നിന്നും പണം പിൻവലിക്കണമെങ്കിൽ 5 വർഷത്തെ PF അക്കൗണ്ട് മെയിൻ്റെനൻസ്
ഉണ്ടായിരിക്കണം. അതായത് എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും 36 മാസത്തെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ മുൻപ് നിങ്ങൾക്ക് വീട് വാങ്ങുന്നതിനായിട്ട് PF-ൽ നിന്നും പണം പിൻവലിക്കാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതുക്കിയ നിയമപ്രകാരം PF അക്കൗണ്ടിൽ നിന്നും 90% വരെ നിങ്ങൾക്ക് പിൻവലിക്കാം 3 വർഷത്തിന് ശേഷം. ഇത് ആദ്യമായി വീട് വാങ്ങുന്നവർക്കുള്ള ഒരു വൺ ടൈം ബെനിഫിറ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ PF ബാലൻസ് വളരെ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് 50,000 രൂപയുടെ EDLI ഇൻഷുറൻസ് കവർ ലഭിക്കും എന്നുള്ളതാണ്. എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം വഴി 50,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് EPFO മെമ്പർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. ഇത് 2025 ജൂലൈ 18 മുതലുള്ള നിയമമാണ്. മുൻപ് ഉണ്ടായിരുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ PF ബാലൻസ് വളരെ ചെറുതാണെങ്കിൽ അത് റിജക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ നിയമപ്രകാരം മിനിമം ലൈഫ് ഇൻഷുറൻസ് ഗ്യാരണ്ടീഡ് ആണ്. അത് കൂടാതെ 60 ദിവസമോ അതിൽ കൂടുതലോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ EPF സർവീസ് റെക്കോർഡിനെ അത് ബാധിക്കില്ല എന്നുള്ളതാണ്. മുൻപ് നിങ്ങളൊരു ജോലി മാറി മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 60 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളെ EDLIയിൽ നിന്നോ അല്ലെങ്കിൽ പെൻഷൻ ബെനിഫിറ്റുകളിൽ നിന്നോ റെസ്ട്രിക്ട് ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം അതിന് ബാധകമല്ല. നിങ്ങളുടെ സർവീസ് കണ്ടിന്യൂറ്റിയെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. ജോലി സ്വിച്ച് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. EDLIയും EPF-ഉം നിങ്ങളുടെ സാമ്പത്തിക കാര്യം ഭദ്രമാക്കുമെങ്കിലും മറ്റു തരത്തിലുള്ള ചില സാമ്പത്തിക സോഴ്സുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് പോളിസികൾ പോലെയുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും, ഏത് പോളിസിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അവിടെയാണ് പോളിസി ബസാറിന്റെ ഇൻഷുറൻസ് സ്കീമുകൾ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ട് പോളിസി ബസാർ? 50-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാം. 9 മില്യണിലധികം ആൾക്കാർ പോളിസി ബസാറിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആക്കി മാറ്റും. പ്രീമിയം, കവറേജ്, റിട്ടേൺ ഇവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി കാൽക്കുലേറ്ററും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുമാത്രമല്ല പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടും ഇതിൽ നിന്നും ലഭ്യമാകും. കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ നടത്തി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ പോളിസി ബസാറിൽ നിന്നും പ്ലാനുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കാം. ഓഗസ്റ്റ് മാസം മുതൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബാങ്ക് അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും ലോക്കറുകൾക്കും ഇനി ഒന്നിൽ കൂടുതൽ നോമിനികളെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. മുൻപ് ഒരാളെ മാത്രമായിരുന്നു നോമിനി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നത്. എന്നാൽ ഓഗസ്റ്റ് മാസം മുതൽ 4 പേരെ വരെ നമുക്ക് നോമിനി ആയിട്ട് വെക്കാം. ഇത് 2 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. സക്സസീവ്, സ്റ്റിമുലസ് എന്നിങ്ങനെയാണ് ഇതിന്റെ തരംതിരിവ് വരുന്നത്. സക്സസീവ് എന്ന് പറയുന്നത് ഒരാൾക്ക് ശേഷം അടുത്ത ആൾ എന്ന രീതിയിലാണ് നോമിനി ആയിട്ട് വരുന്നത്. പക്ഷേ സ്റ്റിമുലസ് എന്ന ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ ഷെയറുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നോമിനിയെ വെക്കാൻ പറ്റുന്നത്. ബാങ്ക് ലോക്കറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് സക്സസീവ് ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിൽ മാത്രമേ നോമിനിയെ വെക്കാൻ സാധ്യമാവുകയുള്ളൂ. അക്കൗണ്ട് ഹോൾഡർക്ക് കൂടുതൽ സമാധാനം കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ഫാമിലി ഡിസ്പ്യൂട്ട് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 1 ശേഷം, അതായത് നാളെ മുതൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയി ഈ കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾക്ക് നോമിനിയെ ആഡ് ചെയ്യാം. ഡിവിഡന്റുകൾ, പലിശ, കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതലായി ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കുകളിൽ കിടക്കുന്ന ഓഹരികൾ എന്നിവ ഇനി മുതൽ സർക്കാരിന്റെ നിക്ഷേപ വിദ്യാഭ്യാസ സംരക്ഷണ ഫണ്ടിലേക്ക് മാറ്റും. അതായത് IEPF. ഈ ഫണ്ടുകളുടെ അവകാശികൾക്ക് ഇത് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ബാങ്കിൽ നിന്നല്ല, IEPF അധികാരികളിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രോഡ് ആക്ടിവിറ്റികൾ വളരെ കുറയുകയും നിങ്ങളുടെ പണം സുരക്ഷിതമാവുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന അവകാശികൾക്കോ അധികം നൂലാമാലകളില്ലാതെ ഇതിന്റെ ബെനിഫിറ്റ് ലഭ്യമാവുകയും ചെയ്യും. പ്രെഡിക്റ്റബിൾ ബാങ്ക് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ബാങ്കുകൾ അവരുടെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും കാര്യങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ചില അറിയിപ്പുകൾ ഇന്ന തീയതി എന്നതിന് പകരം 2ാമത്തെ ആഴ്ചയുടെ അവസാന ദിവസം എന്ന രീതിയിൽ നിജപ്പെടുത്തും. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെഡ്ലൈൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നു. KYC പോലെയുള്ള കാര്യങ്ങൾ, നോമിനേഷനുകൾ ഇതെല്ലാം ഇവയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുമാണ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അടുത്ത ഒരു അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസം മുതൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ടാഗുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 3000 രൂപയ്ക്ക് ഫാസ്റ്റ് ടാഗ് ആനുവൽ പാസ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഓഗസ്റ്റ് 15 മുതലാണ് ഇംപ്ലിമെന്റ് ആവുന്നത്. NHAIയുടെ ഹൈവേകളിലും എക്സ്പ്രസ് വേകളിലും 200 ടോൾ ഫ്രീ ടിപ്പുകൾ ഈ ഒരു 3000 രൂപയുടെ ആനുവൽ പാസ് ഉണ്ടെങ്കിൽ ലഭ്യമാകും. ഒന്നുകിൽ 200 ടോൾ ഫ്രീ ടിപ്പുകൾ അല്ലെങ്കിൽ 1 വർഷത്തെ വാലിഡിറ്റി. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും എടുക്കാൻ പറ്റുന്നത്. ആക്റ്റീവ് എലിജിബിൾ ഫാസ്ടാഗ് ഉള്ള നോൺ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് വാഹനങ്ങൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. NHAI വെബ്സൈറ്റ് വഴിയോ രാജ് മാർഗ് യാത്ര ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 15 മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമാവുന്നത്. ഓൺലൈനിൽ ഫാസ്ടാഗ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെന്റും എല്ലാം നിങ്ങൾക്ക് നടത്താം. അത് ഓൺലൈനായിട്ട് തന്നെ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാസ്ടാഗ് ആക്റ്റീവ് ആണെന്നും ഈ KYC എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. LPG, PNG
LPG, CNG സിലിണ്ടറുകളുടെ വിലയ്ക്ക് വന്ന മാറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. എല്ലാ മാസത്തെയും പോലെ LPG സിലിണ്ടറുകളുടെ വില ഓഗസ്റ്റ് 1 അനലൈസ് ചെയ്യും. ജൂലൈ മാസത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഒരു മാറ്റം വന്നതിനാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും ഓഗസ്റ്റ് മാസത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഗാർഹിക ബജറ്റ് കുറയ്ക്കാൻ സഹായകമാകുന്നു. അതുപോലെ തന്നെ CNG, PNG സിലിണ്ടറുകളുടെ വിലയുടെ കാര്യത്തിലും ഓഗസ്റ്റ് മുതൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഗതാഗത ചെലവുകളെയും ബാധിച്ചേക്കാം. എയർ ടർബൈൻ ഇന്ധനത്തിലും അതായത് വിമാന ഇന്ധനത്തിന്റെ വിലയിലും മാറ്റം വന്നതിനാൽ ഇത് വിമാനയാത്ര നടത്തുന്ന ആളുകളെയും ബാധിച്ചേക്കാം. കാരണം ടിക്കറ്റ് നിരക്കിൽ കാര്യമായ വിലമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. RBI റെപ്പോ റേറ്റ് ആൻഡ് ബാങ്കിംഗ് പോളിസി അപ്ഡേറ്റ് ആണ് ഓഗസ്റ്റ് മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജൂലൈ മാസത്തിൽ 5.5% ആയി റെപ്പോ റേറ്റ് RBI കുറച്ചിരുന്നു. ഇത് ഓഗസ്റ്റ് മാസത്തിലും സെയിം ആയിട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹോം ലോൺ, വാഹന ലോൺ, മറ്റ് EMI-കൾ എന്നിവയെല്ലാം ഈ റെപ്പോ റേറ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഹോളിഡേ ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ ഉള്ളത് കാരണം ബാങ്കുകൾ അധിക ദിവസവും അടഞ്ഞിരിക്കാനാണ് സാധ്യത. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായി വിമാനയാത്ര ആളുകൾക്കുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ SBIയുടെ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് കാർഡ് അവർ വിഡ്രോ ചെയ്യുകയാണ്. ഇത് ഓഗസ്റ്റ് 11 മുതലായിരിക്കും ഇംപ്ലിമെന്റ് ആവുക. സോ ഓഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ EPFOയിൽ ആയാലും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആയാലും ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് UPIയിലായാലും ഒരുപാട് മാറ്റങ്ങളാണ് ഓഗസ്റ്റ് മാസം മുതൽ വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.